നിന്റെ ഒക്കെ നിലനിപ്പെന്ന് പറയണത് ഞങ്ങൾ അപ്പന്മാര് കട്ടുമൂട്ടിച്ചുണ്ടാക്കിയ മുതലാ. മോനെ ഇപ്പ മോഷണ മുതല് നിലനിൽക്കുകയില്ല. ഈ ലോകത്ത് തന്നെ അതിന് ശിക്ഷയുണ്ട്. ശിക്ഷയെന്നൊഴിയാൻ പക്ഷെ വഴിയുണ്ട്. തട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയത് മുഴുവൻ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കുക. ഞാൻ സമ്മതിച്ചു. പക്ഷേ പീലിച്ചാന്റെ മോൻ സമ്മതിക്കുമോ? ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടാം. വെള്ളപ്പുറത്താണല്ലോ നമ്മൾ അലവലാദികളായത്. വെള്ളപ്പുറത്ത് തന്നെ നമുക്ക് അങ്ങ് നന്നാകാം. മുതല് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോ അതിപ്പോ പീലിച്ചായൻ ഒറ്റയ്ക്ക് കൊടുത്താലും ഞങ്ങളും കൂടെ നാറും. നിങ്ങൾ തന്തമാര് പണ്ട് കള്ളന്മാരാന്ന് വെച്ച് ഞങ്ങള് മക്കളെന്തിനാ സഹിക്കണേ? ഞങ്ങള് കുറെ ഡീസന്റാ പീലിച്ചായ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കാലം വരെ ഇത് ഇങ്ങനെ തന്നെ പോട്ടടാ പീലി. പിള്ളേരുടെ കാലത്ത് അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മതി, ഞാൻ പോണ്. അല്ല പീലിച്ച മാറിയില്ലട. കൊല്ലല്ലേ പീലിച്ചായ, കൊല്ലല്ലേ. മോനെ കൊച്ചുപോയി. അപ്പനോ? അല്ല അപ്പാ. എടാ കൊച്ചുബേബി, നീ വന്നേ. എടാ വല്യപ്പറ്റ എഴുന്നേറ്റ് പോയത് നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. പോയിക്കോ. പാതിരയ്ക്ക് നാട് മുഴുവൻ ഓടാൻ ആരുടെ ശുപാർശ വേണ്ട, ഒക്കെ തട്ടിപ്പാ. ഒന്നും മിണ്ടായിരിക്കടി. അത് എനിക്ക് ഒരു അസുഖവും ഇല്ല. എന്നാലും എന്റെ തമ്പുരാനെ, ഇങ്ങനെയും ഭാവാപനി നടത്തുമോ മനുഷ്യര്? നീ ഒന്ന് പോയേ, പോയേ, പോ പോ പോ. ഹായ്. മാനായും മയിലായും മങ്ങാട്ടച്ചനായും വേഷം മാറാൻ പീലിക്ക് നിമിഷങ്ങൾ മതി. മനുഷ്യരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പക്ഷേ ദൈവം തമ്പുരാന്റെ മുമ്പില് എൻ്റെ മാറുവേഷങ്ങളൊന്നും വില പോവില്ല. നിനക്കറിയോ കൊച്ചു ബേബി, ഇന്ന് എനിക്കെൻ്റെ ഈട്ടി നഷ്ടപ്പെട്ടു. ആ ചോര എൻ്റെ തലമുറകളോട് കണക്ക് ചോദിക്കും. അത് പാടില്ല, പാടില്ല. എനിക്കൊന്ന് കുമ്പസാരിക്കണം. മീനോമ്മച്ചി, മീനോമ്മച്ചി, മീനോമ്മച്ചി. എന്റെ ഈശ്വര, ഈ പാതിരാത്രിയിൽ നീ ഒറ്റയ്ക്ക് വന്നോ? എന്താടാ കുടിയാ വിശേഷം? ഒന്ന് ഫോൺ ചെയ്യണം, പള്ളിയിലോട്ട്. പള്ളിയിലോട്ടോ? നീ വാ. വീട്ടിലെ ഫോൺ അപ്പന്റെ മുറിയിലാ. അപ്പനിതറിയരുതെന്ന് വലിയപ്പച്ചൻ. മരക്കുരിശ്, മെത്രാപോലീത്ത, സാദാ മെത്രാൻ, സഹായ മെത്രാൻ, അച്ഛൻ, കപ്പ്യാര്, കന്യാസ്ത്രീ, ചെമ്മാച്ചൻ. എന്റെ അപ്പന്റെ ശവമടക്കിന് ഈ ഇടവക മാത്രമല്ല, ഈ അതിരൂപത മുഴുവനും ഞെട്ടണം. നിങ്ങൾ ബലാത്കരമായി സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവിൻ, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ പച്ച. ഏത് കർത്താവ്? അങ്ങനെ ഒരു ആളില്ലച്ചോ. ഇതൊക്കെ വെറും വയറ്റിപ്പഴപ്പ. ഓ, ദേ വേറെ ആരാണ്ടോ മരിച്ചു. അച്ഛൻ ഇന്ന് കോള് തന്നെ. ഈ ഇടവകയിൽ ഇന്ന് എന്താ കൂട്ടമരണോ? ദേ ഫോൺ ഞാൻ എടുക്കാം. അച്ഛൻ എളുപ്പം ഒന്ന് റെഡി ആയിക്കോ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പറയാ എളുപ്പാണ്. ഹലോ, വികാരി അച്ഛനാണോ? അതെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പീലിച്ചായന് കുമ്പസാരിക്കണമെന്ന് ഒന്ന് വീട് വരെ വരണം. ഞാൻ ഉടനെ വരാം. ആരാ ഈ പച്ച? എനിക്ക് തെറ്റുപറ്റി. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പുളുവൊന്നുമല്ല, ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് വിശ്വസിച്ചോ, ഞാനാ പറയണം. ഇല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ തന്നെ എടുക്കണോ? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല, യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലോ.
ഈപ്പച്ചനല്ലേ? കൂടെ ഉള്ളത് ആരാ? സാറാമ്മച്ചിയുടെ ആങ്ങള ശാണ്ടി. ഓ, പാതാളക്കരണ്ടിയിലെ ചട്ടമ്പി. എന്താ ഇപ്പ? അല്ല കൊച്ചാങ്ങളെയോ? ഇതെന്താ ഈ നേരത്തെ? വിവരങ്ങളൊക്കെ അകത്തോട്ട് വന്നിട്ട് അകത്തോട്ട് കയറട്ടെ. ആ വാ വാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ കത്തനാരൊരു വിടുവായന. കുംഭസാര രഹസ്യം നാട്ടുകാരും മുഴുവൻ അറിയും. എന്റെ അപ്പനോ പോയി. വയസ്സാം കാലത്ത് നിന്റെ അപ്പൻ കൊലക്കുറ്റത്തിന് കയറേ തൂങ്ങും. അതുമല്ല, മോഷണം മുതലൊക്കെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഈ വീട്ടിൽ ഉപ്പുഭരണി മാത്രമേ ശേഷിക്കുള്ളൂ കുട്ടപ്പ. ഞാൻ എന്ത് ചെയ്യണോ നീ പറയുന്നേ? ഇഷ്ടദാനം. അറക്കളം പീലിയുടെ സ്വത്തുക്കള് അതിയാൻ നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതാൻ പോണു. പാതാളകരണ്ടിയിലെ പെണ്ണ് പട്ടിണി കിടക്കാൻ ഒക്കുകയില്ല. ഞാൻ ബലമിച്ചോളാം. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ അളിയ? എടാ ഈപ്പച്ച, എന്റെ അപ്പന് ഇപ്പോഴും 2 പേരുടെ വിലവാ. അത് താൻ വിട്ടുപിടി. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വാ മനുഷ്യ, വാ. അയ്യോ, ആരാ? വികാരിയച്ഛനാണോ? അതേ പീലി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കുപ്പിയില്? ആനവെള്ളാണോ? അല്ല, മൂറോന്തൈല. അന്ത്യകൂതാശയ്ക്ക് മൂറോന്തൈലം. വല്യപ്പച്ച. കർത്താവേ, എടാ ഈപ്പ, നീ എന്റെ അപ്പനെ ചതിച്ചു കൊന്നല്ലേടാ? ഇട്ടിയും പീലിയും ഒരുമിച്ച് വളർന്നു. അവരൊരുമിച്ച് തന്നെ പോട്ടടാ. ഈ കടലാസുകളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ചാകുന്നതിന് മുമ്പ് പീലിച്ചായൻ എന്നോടൊരു വാക്കു പറഞ്ഞു. മോനെ ഈപ്പച്ച, നിന്റെ അപ്പനെ ഞാൻ കൊന്നു. അതിന്റെ പ്രായച്ചിത്തായിട്ട് എന്റെ എസ്റ്റേറ്റുകളൊക്കെ നീ എടുത്തോടാന്ന്. അല്ല അപ്പൊ എന്ന് വെച്ച് പ്രാക്ക് കിട്ടുന്ന പണിക്കൊന്നും ഞാനില്ല. ഈ വീടും ചന്തയിലുള്ള കടമുറികളും തിയേറ്ററും നിനക്ക് തന്നെ. അത് മതിയല്ലോ കുട്ടപ്പ. നിനക്കൊരു ചെറുക്കനല്ലേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആ കുരുത്തം കെട്ട ചെറുക്കൻ എവിടെടാ?